വെൽക്കം ബാക്ക് ടു ട്രിപ്സി റൊമാൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ്. ഡോണ്ട് മൈൻഡ് മീ, ഐ വാസ് ബിറ്റ് ടു എക്സൈറ്റഡ്. നമ്മൾ സാറ്റർഡേ രാവിലെ അറൗണ്ട് ഒരു 7 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. UK ഹീറ്റ് വേവ് ഒക്കെ പ്രമാണിച്ച് എല്ലാവരും പെട്ടിയും കിടക്കെ എടുത്ത് അവിടെ ഇവിടെയും പോകാമെന്നാണ് തോന്നുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്റ്റോപ്പ് എടുത്തു സർവീസസിൽ. ട്രിപ്പ് എന്ന് പറയുന്നതിന് ഫുഡ് അടിക്കാനുള്ളൊരു ഇതാണല്ലോ അല്ലേ. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ 1 hour ഡ്രൈവ് ഇതുപോലെയായിരുന്നു, ചുറ്റും പച്ചപ്പും ഹരിതാപയും മലകളും ഒക്കെ ആയിട്ട്. സോ നമ്മൾ ആദ്യം പോകുന്നത് ബട്ടർമിയർ ലേക്കിലോട്ടാണ്. നാഷണൽ ട്രസ്റ്റ് കാർ പാർക്കിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഓൾസോ ലിക്വിഡ് മണി ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് £5 കൊടുത്ത് ഓൾ ഡേ കാർ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഞങ്ങൾ ബട്ടർമിയർ ലേക്കിലെത്തി. കയാക്ക് ചെയ്യാനാണ് പ്ലാൻ. സോ നമ്മൾ ബംഗാൾ കി ഏക് ദരിദ്രവാസി പോലെ ഇങ്ങനെ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കാർ പാർക്കിൽ നിന്നൊരു 10 to 15 minutes വാക്കാണ് ലേക്കിലോട്ടുള്ളത്. ഓൾസോ ഇവിടെ പാഡൽ ബോർഡിങ്, കയാക്കിംഗ്, വൈൽഡ് സ്വിമ്മിങ്, പിന്നെ ലേക്കിന് ചുറ്റും ഒരു സർക്കുലർ വാക്ക് ലൂപ്പ് ഉണ്ട്. ഇതെല്ലാം ഒരു മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ്. ആൻഡ് ഇവിടെ വരുന്നവർ സ്കെയിൽ ഫോഴ്സ് വാട്ടർഫോൾസിലും ബട്ടർമിയർ ഇൻഫിനിറ്റി പൂളിലും എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത്. സോ നമ്മളങ്ങനെ അവിടെ ഒരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ച് കയാക്കൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്ത് വെള്ളത്തിലിറക്കാൻ പോവാണ്. സോ ഞാൻ മുമ്പേ പറഞ്ഞ ആ സർക്കുലർ വർക്ക് ഇല്ലാതെ കയാക്ക് ചെയ്ത് തന്നെ നമുക്ക് ആ ഫുൾ ബട്ടർമിയറിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മൾ ഈ കയാക്കം കൊണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പൈഫോർട്ട് കനാലിൽ വൺസ് നമ്മൾ കയാക്ക് ചെയ്തായിരുന്നു. ആ ഒരു കോൺഫിഡൻസും വെച്ചാണ് ഇവിടെ ലേക്കിൽ ഇറങ്ങിയത്. ആദ്യം ഒരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വെതറായിരുന്നു, അധികം വിൻഡി ഒന്നും അല്ലായിരുന്നു. സോ എവറിത്തിങ് വാസ് സ്മൂത്ത്. നമ്മൾ ലിറ്ററലി ഈ കായലിൻ്റെ നടുക്കാണ്. ഞങ്ങൾ തുഴയുന്ന പോലും ഇത് സ്പീഡ് പോട്ട് പോകുന്ന പോലെ. സോ ആ കാണുന്ന സ്ട്രീം ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ തുഴയുന്നത്. അങ്ങനെ നമ്മൾ കയാക്ക് കരയ്ക്കടുപ്പിച്ച് ഒരു കുഞ്ഞി വാക്ക് കഴിഞ്ഞ് നമ്മൾ സ്ട്രീം എത്തി. ഇവിടെ സ്ട്രീം ഹൈക്കിംഗ് ചെയ്യാനും കുളിക്കാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ വി വർ ലൈക്ക് വെരി ലേസി ടു വാക്ക്. സോ ഞങ്ങൾ കയാക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു. തുഴയാൻ നല്ല സുഖമാണെങ്കിലും അത് കഴിഞ്ഞുള്ള പ്രോസസ്സുകൾ ഇച്ചിരി പാടാണ്. ഇത് ഫുള്ള് തുടച്ച് ഉണക്കി എടുത്ത് മടക്കി വെക്കണം. സോ ആക്ച്വലി വി വർ റിയലി ലക്കി. നമ്മൾ കയാക്കൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ നമുക്ക് പെർഫെക്റ്റ് വെതറായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. സോ ഇത്തവണ നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന പെൻറിത്ത് ടൗണിൽ നിന്ന് ഒരു 7 miles അവേ ആയിട്ടുള്ള ഒരു പിറ്റ്ബാരോ വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു നോർമൽ വില്ലേജ് അല്ല, ഒരിക്കലുണ്ടായിരുന്ന ഒരു 18th century ഫാമാണ് ഇപ്പം ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 140 കോട്ടേജസും അപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ലൈക്ക് ആക്സസിബിൾ ബേസ് ടു ആക്സസ് ഓൾ ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ ലേക്ക് ഡിസ്ട്രിക്റ്റ്. ഇവർക്ക് തന്നെ ബാറും റെസ്റ്റോറൻറ്റും പൂളും സൗനയും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡേ ഡിന്നർ അവിടെ നിന്നാണ് കഴിച്ചത്. സോ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മാച്ചൊക്കെ കണ്ട് നമ്മൾ കിടന്നുറങ്ങി. സോ ഗൈസ് നമ്മളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇച്ചിരി 2 കേവൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നിടത്ത് എല്ലാവരും പിന്നെയും കയാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നാൽ ഒന്നുകൂടെ കയാക്ക് ചെയ്യാമെന്ന്. കാരണം നാളെയൊക്കെ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും. ആൾക്കാർ ഉള്ളപ്പം ചെയ്യുന്നതാണല്ലോ സേഫ്. സോ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഉൾസ്വാട്ടറിലുള്ള ഗ്രാനി ഡോബിക്കിൻസ് എന്ന് പറഞ്ഞ കഫേയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. അടിപൊളി ഫുഡായിരുന്നു. സോ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് സ്നാക്സ് കഴിക്കാനും പിന്നെ ഇവിടെ തന്നെ വന്നു. ഓൾസോ ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ കഫേയുടെ ഓപ്പോസിറ്റ് നമുക്കൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നിന്ന് അടിപൊളിയായിട്ട് കയാക്ക് സെറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും.
we have started day 2 of our kayak. So unlike Buttermere Lake, Ullswater Lake kayaking is more challenging. Buttermere Lake ഒരു 1.2 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ക്വയറ്റർ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്. വേറാസ് ഉൾസ്വാട്ടർ ഇസ് അറൗണ്ട് 8.2 സ്ക്വയർ കിലോമീറ്റേഴ്സ് ലോങ്. ഇത് കുറച്ചും കൂടി ഓപ്പൺ ആൻഡ് വെരി ബിസി ലേക്കാണ് ആൻഡ് ദ വിൻഡ് ഇസ് ലൈക്ക് അൺപ്രഡിക്റ്റബിൾ. സോ സെയിലിംഗ് ബോട്ട്സും മോട്ടോർ ബോട്ട്സും എല്ലാം ഓടുന്ന ഒരു ലേക്കും കൂടിയാണിത്. സോ ഇഫ് യു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ സീ ലൈക്ക് 2 ഓഫ് ദ കയാക്സ് വർ ഹിറ്റ് ബൈ ദ സെയിലിംഗ് ബോട്ട്സ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ചാടി വലിയ വലിയ ലേക്സിലൊന്നും പോയി കയാക്ക് ചെയ്യരുത്. നമ്മൾ ഇച്ചിരി പരിചയമൊക്കെ ആയിട്ട് വേണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കയാക്ക് ചെയ്യാൻ. സോ നമ്മൾ കുറച്ച് നേരം തുഴഞ്ഞു കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോറിൽ അടുപ്പിച്ചു. സോ കുറച്ച് നേരം നമ്മൾ സ്വിമ്മൊക്കെ ചെയ്ത് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ എനർജി ബിൽഡ് ചെയ്തു നെക്സ്റ്റ് റൗണ്ട് ഓഫ് കയാക്കിങ്ങിന് വേണ്ടി. സോ നമ്മൾ കയാക്ക് ഇച്ചിരി നേരം ഉണങ്ങാൻ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഗ്രാനീസിൽ പോയി കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. സോ ഈ ട്രിപ്പിൽ നമ്മൾ കയാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്പോർട്സ് ഒന്നും ഓടി നടന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നമുക്ക് കയാക്ക് ഇൻഫ്ലേറ്റ് ചെയ്യണം, ഇറങ്ങണം, പിന്നെ ഡീഫ്ലേറ്റ് ചെയ്യണം. അതൊക്കെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. സോ അവിടെ നമ്മൾ നേരെ പോയത് ഐറ ഫോഴ്സ് വാട്ടർഫോൾസിലാണ്. അത് ഉൾസ്വാട്ടറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. മാസ്ക് മാറ്റാം, ഫുൾ തണല. സോ ഐറ ഫോൾസ് നമ്മുടെ ഐറ്റിനറിയിൽ പോലും ഇല്ലാഞ്ഞ സാധനമാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ചുമ്മാ ജോലി എന്തോ ഗൂഗിൾ ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ്. എന്തായാലും ഇവിടം വരെ വന്നു കഴിക്കുന്ന വെച്ച് ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സോ ഐറ ഫോഴ്സ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന പിക്സൊക്കെ ഇങ്ങനത്തെയാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ വി ഹാവ് റീച്ച്ഡ്, ലെറ്റ്സ് ഗോ ബാക്ക്. പക്ഷേ നോ, ഇനി മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ദർ ആർ ഓപ്ഷൻസ് ഓഫ് സ്ട്രീം ഹൈക്കിംഗ്. ലൈക്ക് ഒത്തിരി കൊടും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ, സ്ട്രീംസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറേയും കൂടി നടന്ന് ഒരു വാട്ടർ പ്ലഞ്ച് പൂള് പോലെ നമുക്ക് കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. ഈ നട്ടുച്ച ചൂടിൽ ഈ തണുത്ത വെള്ളത്തിലിരിക്കുമ്പോൾ എന്തൊരു റിലാക്സിങ് ആൻഡ് റിഫ്രഷിങ് ആണെന്നറിയാമോ. സോ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ പരിചയമില്ലാത്ത വെള്ളത്തിൽ ആദ്യമേ പോയി ചാടി ഇറങ്ങരുത്. അങ്ങനെ ഒരു നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പെൻറിഡ്ജ് സിറ്റി സെൻറ്ററിൽ പോയി നമ്മൾക്ക് ഡിന്നറിനുള്ള ചൈനീസ് ടേക്ക് അവേ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് റൂമിൽ പോയി. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് സൺസെറ്റ് ഈസ് അറൗണ്ട് 9:30-10 PM. സോ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.